ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ പ്രോഡക്റ്റിൻ്റെ ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്പൈ ക്യാം വീഡിയോ റെക്കോർഡറാണ്. ഇത് നമുക്ക് ഏതൊക്കെ റെസൊല്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് ഫ്രെയിം റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ ഫുൾ എച്ച് ഡിയിലും അതുപോലെ തന്നെ എച്ച് ഡിയിലും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. നോ ഇൻ്റർപൊലേഷൻ, റെസൊല്യൂഷൻ, റിയൽ, ഹൈ ഫ്രെയിം റേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വന്നാൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻ പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ നമുക്കിത് ഏതൊക്കെ സിനാരിയോസിൽ നമുക്ക് ഈ ക്യാം ഉപയോഗിക്കാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ എഴുതിയിരിക്കുന്ന വ്യക്തമല്ല, എന്നാലും ഞാൻ വായിക്കുകയാണ്. ഇൻ്റർവ്യൂ അതാ ബിസിനസ് മീറ്റിങ്ങിന് ഉപയോഗിക്കാം, അതുപോലെ എവിഡൻസ് കളക്ഷൻ ഉപയോഗിക്കാം, എൻ്റർടൈൻമെൻറ്റ് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കാം, ഹാപ്പി ടൈം റെക്കോർഡിംഗ്, അതുപോലെ പെറ്റ് ഫോം റെക്കോർഡിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ക്ലിയർ അല്ല. പിന്നെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക, അഥവാ അത് വീഡിയോ ആയിട്ട് ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ, PC ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം, യു ഡിസ്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ യു ഡിസ്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ പെൻ ഡ്രൈവ് പോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ കാർഡ് റീഡർ പോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് നമ്മുടെ താരം, നമ്മുടെ പേനയാണ്. സോ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. നമുക്കൊരു ചാർജിങ് കേബിളാണ് കിട്ടുന്നത്. ഇതൊരു USB എക്സ്റ്റെൻഡർ പോലെയുണ്ട്. അതിനുശേഷം നമുക്കൊരു യൂസർ മാനുവലാണ് വരുന്നത്. യൂസർ മാനുവൽ ചൈനീസിലും ഇംഗ്ലീഷിലുമാണുള്ളത്. അപ്പോൾ നമുക്കിത് എന്തായാലും വായിച്ച് നോക്കിയേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നത്. ഇനി നമുക്ക് പ്രോഡക്റ്റിലേക്ക് വന്നാൽ നമുക്ക് തുറന്ന് നോക്കാം. ഓണാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഓണാകുന്നില്ല, നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. സോ ഇത് കാണുമ്പോൾ മനസ്സിലാകുമോ മനസ്സിലാകില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതൊരു സ്പൈ ക്യാം റെക്കോർഡറാണെന്ന്. പക്ഷേ നമ്മുടെ പോക്കറ്റിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലെങ്കിലും നമ്മൾ വെളിയിലെടുക്കുമ്പോൾ എന്തായാലും മനസ്സിലാകും. കാരണം ഒന്നാമത്തെ കാരണം ഇതിൻ്റെ സൈസാണ്, അത്യാവശ്യം നല്ല സൈസാണ്. അതുപോലെ തന്നെ ഏകദേശം ഈ സ്പൈ ക്യാം വീഡിയോ റെക്കോർഡിംഗ് പെന്നൊക്കെ ഏതാണ്ട് ഒരേ ഡിസൈനിലാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, നമ്മൾ ഈ പേനയുടെ നിബ്ബ് വെളിയിലെടുക്കുന്നത് ഈ ഭാഗം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഈ ഭാഗം റൊട്ടേറ്റ് ചെയ്താലേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളൂ ഈ പെന്നിൻ്റെ മെക്കാനിസം, ഇങ്ങോട്ടെല്ലാം ക്യാമറയുടെ മെക്കാനിസംസാണ് വരുന്നത്. ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കുമ്പോൾ, തുറന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു പെൻ ഡ്രൈവിലേക്ക് വരുന്ന, അല്ല USB A ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് കാണുന്നത്. പിന്നെ പെൻ ഡ്രൈവ് ഇടാൻ, SD കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ലോട്ടും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നന്നായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയാൽ ഒരു സ്വിച്ച് കാണാം. നമുക്ക് അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചറും അതുപോലെ തന്നെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന 2 മോഡ്സാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഉപയോഗിക്കാം. 1 ആണെന്ന് തോന്നുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട മോഡ്. സോ ഇതൊക്കെയാണ്. നമുക്ക് ഇനി അടുത്തത് ഇതിൽ പെൻ ഡ്രൈവ് ഇടേണ്ട, SD കാർഡ് ഇടേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി, അതവിടെ ഇരുന്നോളും. നമുക്കിനി എന്നിട്ട് ഡയറക്റ്റായിട്ട് PC-യിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം PC-യിലേക്ക്. സോ നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയത് ഇതിലുണ്ടായിരുന്ന 2-3 ഫോട്ടോസ് ഓട്ടോ പ്ലേ ആവുകയാണ് ചെയ്തത്. സോ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു പെൻ ഡ്രൈവിൻ്റെ, അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിൻ്റെ USB ഡ്രൈവിൻ്റെ ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത് കാണാം. ഇതൊരു കാർഡ് റീഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നപ്പോൾ മനസ്സിലായി. നമുക്ക് എല്ലാ ഫോൾഡറും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോട്ടോ വീഡിയോ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഇതിന് മുമ്പ് ഇതിലില്ലായിരുന്നു. സോ അത് ഈ സ്പൈ ക്യാമിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും. നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കാം. നമ്മളത് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൈതട്ടി എങ്ങാനും എടുത്തതാവാം. വീഡിയോയുടെ ഓപ്ഷൻസിലൊന്നുമില്ല.
സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഇതിൻ്റെ കണക്ട് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി ബാക്കി ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നോക്കാം. സോ ഫ്രണ്ട്സ്, ഒരു പണി കിട്ടി. ഈ പെൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ ഞാനിത് PC-യിൽ കണക്ട് ചെയ്യുന്നത് വരെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് ഇത് ബോക്സിൻ്റെ അകത്തിരുന്നുകൊണ്ടായിരിക്കും ഇതിൽ ചാർജ് ഇല്ലായിരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഇത് വർക്ക് ആവുന്നുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇടയ്ക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്വിച്ചാണ്. ഈ സ്വിച്ച് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഓരോ തോന്നിയാസങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. തുറന്ന് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവും. കണ്ടോ, ഒരു സ്പ്രിങ് അതെന്തുമാത്രം തുരുമ്പിച്ചിട്ടുണ്ടെന്നുണ്ടോ. ഫോക്കസിലോട്ട് ഞാൻ കൊണ്ടുവരാം. എന്തുമാത്രം തുരുമ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിക്ക് റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഈ സ്പ്രിങ് നല്ല രീതിക്ക് റസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കാലപ്പഴക്കം മനസ്സിലാകും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല. ഞാനിത് ഈ പേന അല്ലെങ്കിൽ ഇതേ ടൈപ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ രണ്ടാമതാണ് ഓർഡർ ചെയ്യുന്നത്. നേരത്തെ വന്നതും ഇതുപോലെ നമുക്കത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിട്ടായിരുന്നു. നമുക്ക് ഈ സ്വിച്ചിൻ്റെ ബാക്കിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് റെസ്റ്റാണ്. ഗ്ലെയർ കാരണം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുള്ള് റെസ്റ്റാണ്. ക്ലിക്ക് ആവുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല. എന്ത് രീതിയിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ പേന എഴുതാനും പറ്റുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ക്ലിയറായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല. എന്തായാലും ഞാനിത് റിട്ടേൺ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പെന്നിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വാങ്ങാൻ ഞാൻ ഒരു രീതിയിലും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറെ ഇഷ്ടംപോലെ ഇപ്പോൾ പുതിയ ടൈപ്പുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്പൈ ക്യാംസ്, നിങ്ങൾ അത് വല്ലതും ഉപയോഗിക്കുക. ഞാനിത് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത ഒരു ഐറ്റം എന്ന രീതിയിലാണ് ഞാൻ ഈ പേന ഓർഡർ ചെയ്തത്. അല്ലാതെ ഇഷ്ടംപോലെ ടൈപ്പുണ്ട്. നമുക്ക് ഈ സ്ക്രൂവിൽ വരെ സ്പൈ ക്യാം ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറാസ് ഉണ്ട്. നിങ്ങൾ അത് വല്ലതും നോക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല പണിയാണ് എനിക്ക് കിട്ടിയത്. ഇത് റിട്ടേൺ ചെയ്യാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിയത്. നേരത്തെ ഞാൻ റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിയത്. സോ നമ്മളിതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലത്തെ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാൾ ആ പെന്ന് ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ചധികം നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ പെന്ന് ഞാൻ റിട്ടേൺ ചെയ്തതിന് ശേഷം കുറേ അധികം നാൾ ടൈം എടുത്തതിന് ശേഷമാണ് ഈ പെന്ന് വരുന്നത്. സോ ഇതിന് ഇതുപോലെ തിരിച്ചങ്ങ് കൊടുക്കാം. പെൻഡ്രൈവ് SD കാർഡൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ എന്തായാലും ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അഥവാ ഇഷ്ടപ്പെട്ടാലും അതിൻ്റെയും കാരണം കമൻറ്റ് ബോക്സിൽ എഴുതാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഗുഡ് ബൈ.